എന്റെ മോനെ ഈ സീസണിലെ ആദ്യത്തെ സൂപ്പർ ഓവർ ഏറ്റവും കിട്ടു മാച്ച്. ഭയങ്കര ആ ഒരു ടെൻഷൻ, ത്രില്ല് മൊമെന്റ്, എന്റർടൈനിങ് എല്ലാം കൂടി ഒത്തിണങ്ങിയിട്ടുള്ള മാച്ചായിരുന്നു ശരിക്കും ഇന്നത്തെ LSG വേഴ്സസ് KKR. കാരണം ആ മാച്ചിൽ എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു അവസാന മൊമെന്റിൽ ആ ഒരു ത്രില്ലർ മോഡ് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 155 റൺസാണ് KKR എങ്ങനെയൊക്കെയോ എടുത്തത്. അപ്പൊ അത് കഴിഞ്ഞ് അതേ സ്കോർ ലെവൽ ചെയ്തത് പ്രത്യേകിച്ച് കാർത്തിക് ത്യാഗിയുടെ ആ ഒരു ലാസ്റ്റ് ഓവറിൽ ആ 2 നോബോൾ വന്നത്, അത് അടുപ്പിച്ചടുപ്പിച്ച് ഫസ്റ്റത്തെ ഒരു നോബോൾ വന്ന് അത് ഫ്രീ ടൈപ്പ്, പിന്നെ ഒരു നോബോൾ വന്ന് അതും ഫ്രീ ഹിറ്റിലോട്ട് പോയ സമയത്ത് കളിയിൽ ഫുള്ളി ഒരു ഷിഫ്റ്റ് വന്നത്. അവസാനത്തെ ആ ഒരു 2 ബോളിൽ 7 റൺ എന്നുള്ള സമയത്ത് ഒരു ബോൾ മിസ്സായിട്ട് അടുത്ത ബോളിൽ കറക്റ്റ് 6 അടിച്ചതും ടൈ മാച്ചിലോട്ട് വന്നു. അതായത് ശരിക്ക് പറയാന്ന് വെച്ചാൽ ഈ മാച്ച് KKR ആയിരുന്നു ഓൾമോസ്റ്റ് ജയിച്ചിരുന്നത് മാച്ച് ഫസ്റ്റ്. അപ്പൊ ആ ഒരു ജയിച്ച മാച്ചിനെ കംപ്ലീറ്റ്ലി തിരിച്ചു പിടിച്ചത് LSG ആയിരുന്നു. LSG തിരിച്ചു പിടിച്ച് വീണ്ടും സൂപ്പർ ഓവറിലോട്ട് മാച്ച് പോയ സമയത്ത് സൂപ്പർ ഓവറിൽ എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ, അത് ആര് ബാറ്റിങ്ങിന് പോകണം, ആര് ബോൾ ചെയ്യണം എന്നുള്ള, അവിടെയാണ് ആ ഒരു ഡിസിഷന്റെ കംപ്ലീറ്റ് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അത് ഇന്ന് KKR കറക്റ്റ് ഡിസിഷനാണ് എടുത്തത്. LSG എടുത്ത ഡിസിഷനിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്തത് മിച്ചൽ മാർഷ് മാർക്കർ ആയിരുന്നു കോമ്പിനേഷൻ. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും അത്യാവശ്യം ഹാർഡ് ഹിറ്റേഴ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് മാർഷ് അടിക്കുന്ന അടി എന്ന് പറയുന്നത് നല്ല അടിയാണ്. ഇന്നത്തെ മാച്ചിൽ ഫോം അല്ലെങ്കിലും ആൾക്കൊരു എക്സ്പെക്ടേഷൻ നമുക്ക് വേണമെങ്കിൽ വെക്കാം. ആ ഒരു രീതിയിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു. പക്ഷെ നിക്കോളാസ് പൂരൻ വന്നപ്പോഴേ തന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് അടിച്ചു ഇന്നത്തെ മാച്ച് എന്താണ് നടക്കാൻ പോകുന്നത്. കാരണം നിക്കോളാസ് പൂരൻ അറിയാലോ, ഇപ്പൊ അടുത്തായിട്ട് അത്ര വലിയ ഫോമിലല്ല. അപ്പം ഓക്കെ, ബാറ്റിംഗ് അവിടെ എങ്ങനെയൊക്കെയോ വന്നു. പക്ഷെ ബോളിംഗിൽ വരുന്ന സമയത്ത് KKR ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചായിരുന്നു ഒരു സ്പിന്നർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നാവും. കാരണം വെച്ചാൽ ഓൾറെഡി വിദേശ താരങ്ങളാണ് ഇവിടെ കളിക്കാൻ വരുന്നത്. അവർക്ക് എന്തായാലും സ്പിന്നിന് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫാസ്റ്റ് ബോളേഴ്സ് ആവുന്ന സമയത്ത് പിന്നെയും അവർ എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു ബോളിന്റെ പേസ് ഒക്കെ ഉപയോഗിച്ച് കളിക്കുമല്ലോ. പക്ഷെ സ്പിന്നാകുമ്പോൾ നമ്മളെ പവറും കൂടി കുറച്ച് വേണമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ആരായിരിക്കും കറക്റ്റായിട്ട് എറിയാൻ പറ്റുക. ഞാൻ ആക്ച്വലി മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സുനിൽ നരേൻ ഞാനിങ്ങനെ വിചാരിച്ചേ സുനിൽ നരേൻ എറിഞ്ഞാൽ നല്ലതായിരിക്കും ഈ സമയത്ത്. കാരണം വേറെ അങ്ങനെ ഒരു അത്രയും കോൺഫിഡന്റ് ആയിട്ട് എറിയാൻ പറ്റുന്ന ഒരു ബോളർ ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് കറക്റ്റ് സുനിൽ നരേൻ വരികയും ചെയ്തു. അവിടെയാണ് ശരിക്കും ആദ്യം വിചാരിച്ച വൈഭവ് അറോറയെ കൊണ്ട് എറിയിപ്പിക്കാന്നാണ്. കാരണം വൈഭവ് അറോറ വന്നിട്ടുണ്ടെങ്കിലും നല്ലതാണ്. കാരണം കമ്പാരിറ്റീവ്ലി KKR കുറച്ച് വിശ്വസിച്ച് ബോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് വൈഭവ് അറോറ. പൊതുവെ ഡെത്ത് ഓവറൊക്കെ ആൾ ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ ബാറ്റ്സ്മാൻമാരുടെ ഒരു കണക്ക് വെച്ചിട്ട് സുനിൽ നരേനാണ് ഒരു ബെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുനിൽ നരേൻ ആ ഒരു സൂപ്പർ ഓവറിലെ ബോളറിയാണ്. ഫസ്റ്റ് ബോളിൽ തന്നെ നമ്മുടെ നിക്കോളാസ് പൂരന്റെ വിക്കറ്റ് തെറിക്കുകയാണ്. അടുത്ത ബോളിൽ ഋഷഭ് പന്ത് ഒരു സിംഗിൾ എടുത്ത് അടുത്ത ബോളിൽ മാർക്കത്തിന്റെ ഒരു അടി, നല്ല അടി. ഞാൻ വിചാരിച്ച 6 പോയി എന്നുള്ളത്. പക്ഷെ സുനിൽ നരേനാണ് അവിടെ ബോൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അടിക്ക് എത്ര പവറിലടിച്ചാലും അതിന്റെ ഒരു കുറച്ചൊരു കുറവുണ്ടായിരുന്നു ബോൾ പോകുന്നത്. ഓൾമോസ്റ്റ് ബൗണ്ടറി ലൈനിൽ നിന്ന് നമ്മുടെ പവൽ വന്നിട്ട് ഒരു കിട്ടിലൻ ക്യാച്ച്, അത്രയും ദൂരത്തുനിന്ന് ആ ഒരു ബോൾ നോക്കിക്കൊണ്ട് ഓടി വന്ന് ക്യാച്ച് എടുത്ത് ആളുടെ കൺട്രോൾ വിട്ട് പോകുന്നുണ്ട്, ബൗണ്ടറിയിലോട്ട് പിന്നെയും വീഴാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ വേഗം എറിഞ്ഞു കൊടുത്തു. കറക്റ്റ് ആ മൊമെന്റിൽ അവിടെ നമ്മുടെ റിങ്കു സിംഗ്, ഇന്നത്തെ മാച്ചിൽ റിങ്കു സിംഗ് എവിടെ ക്യാച്ച് ഉണ്ടോ അവിടെയൊക്കെ റിങ്കു സിംഗ് ഉണ്ടാവും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കറക്റ്റ് ആ മൊമെന്റിൽ ഓടി വന്ന് റിങ്കു സിംഗ് ആ ക്യാച്ച് എടുത്ത്